ദൈവ വചനത്തിൻ്റെ ശക്തി എത്രയോ അധികം വലുതാണ്. അതായത് ഈ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് എബ്രായലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം. അദൃശ്യമായതിൽ നിന്ന് ദൃശ്യമായതെല്ലാം ഉളവായി എന്ന് പറയുന്ന ആ ഭാഗത്ത് എബ്രായലേഖനം 11:3 പറയുന്നു, അദൃശ്യമായതിൽ നിന്നാണ് ദൃശ്യമായതെല്ലാം ഉളവായത്. അപ്പോൾ അദൃശ്യമായ വാക്കുകളെ ആർക്കും കാണാൻ കഴിയില്ല, വാക്കുകളെ കേൾക്കാനേ കഴിയൂ. ആ കാണാൻ കഴിയാത്തതിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഉളവായി വന്നു, വാക്കുകളിൽ നിന്ന്. ദൈവം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം വാക്കുകൾ പുറപ്പെടുവിച്ചു. വാക്കുകൾ കാണത്തക്ക രീതിയിലുള്ള സകലത്തെയും വിളിച്ചു വരുത്തി. അപ്പോൾ കാണുന്നതിനേക്കാൾ ശക്തിയാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 10:17 പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഏറ്റവും ശക്തിയുള്ള ഒരായുധമാണ് വിശ്വാസം. വിശ്വാസത്തിന് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം വിശ്വാസത്തിനും ചെയ്യാൻ കഴിയും. ആ വിശ്വാസം വാക്കുകളിലൂടെ പുറത്തു വരുമ്പോൾ വാക്കുകൾ ഇല്ലാത്തതിനെ എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശേഷിയുള്ളതാണ്. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, ഉഷസായി, 1-ാം ദിവസം. എല്ലാം വിളിച്ചു വരുത്തുകയാണ്. ഭൂമിയിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ദൈവം വെളിച്ചത്തെ വിളിച്ചു, വെളിച്ചം വന്നു. ദൈവം നന്മകളെ വിളിച്ചു. ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തിന്മകൾ കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷത്തെ ദൈവം പുറത്തു പോകാനൊന്നും പറഞ്ഞില്ല, നന്മകളെ വിളിച്ചു വരുത്തി. എന്നിട്ട് തിന്മകളെ നന്മയിൽ നിന്ന് വേർതിരിച്ചു. സന്ധ്യയായി, ഉഷസായി, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം എല്ലാം. അതായത് പാഴ് എന്നുള്ള ഒരു തിന്മ ഭൂമിയിലുണ്ടായി. അതിനകത്തേക്ക് സമൃദ്ധി എന്ന നന്മയെ ദൈവം വിളിച്ചു വരുത്തി. ഇരുട്ട് എന്ന ഒരു തിന്മയിൽ വെളിച്ചത്തെ ദൈവം വിളിച്ചു വരുത്തി. നല്ലത് വന്നപ്പോൾ തിന്മയെ ദൈവം അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ആദ്യം നന്മയെ വിളിച്ചു വരുത്തണം, പിന്നീട് തിന്മയെ അവിടെ നിന്ന് വേർതിരിക്കണം. നമ്മെ ദൈവം ആക്കിയിരിക്കുന്നത് അതിനാണ്. നന്മയെ കൊണ്ടുവരണം, എന്നിട്ട് നന്മയിൽ നിന്ന് തിന്മയെ വേർതിരിക്കണം. നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ജ്ഞാനമുള്ള ഒരു ദൈവ പൈതൽ അങ്ങനെ ഓരോന്നിനെയും വേർതിരിക്കണം. നന്മയെ കൊണ്ട് നിറക്കണം, തിന്മയെ വിലയില്ലാതെയാക്കണം. നന്മ വരും വരെ തിന്മയ്ക്ക് വലിയ മൂല്യമാണ്. നന്മ വന്നു കയറുമ്പോൾ തിന്മയ്ക്ക് ഇറങ്ങിപ്പോകാതെ നിവൃത്തിയില്ല. അതായത് നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരും വരെ തിന്മ വാഴും. എന്നാൽ നന്മ കൊണ്ട് നാം നിറയുമ്പോൾ തിന്മ വിലയില്ലാത്തതായി മാറും. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നത്. ഇതുപോലെ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തെ നന്മ കൊണ്ട് നിറയ്ക്കുക. ഓരോ പ്രഭാതത്തിലും ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഓരോ പ്രഭാതത്തിലും നമ്മുടെ വീടിനെ വിശ്വാസത്താൽ, വചനത്താൽ, വാക്കുകളാൽ, കൽപ്പനയാൽ, നമുക്ക് ദൈവം തന്ന അധികാരത്താൽ, നമ്മുടെ നാവുകൊണ്ട് നന്മകളെ വിളിച്ചു വരുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഒരു വലിയ കപ്പൽ ചെറിയ ചുക്കാൻ വെച്ച് അതിനെ
കപ്പലിനെ തിരിക്കുന്നു. നാവ് ചെറുതെങ്കിലും നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. യാക്കോബ് 3-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു കുതിരയെ കടിഞ്ഞാൻ കൊണ്ട് മുഴുവനും തിരിക്കുന്നത് പോലെ, ഒരു കപ്പലിനെ അതിൻ്റെ ചുക്കാൻ കൊണ്ട് മൊത്തമായി തിരിക്കുന്നത് പോലെ. ചില കപ്പലുകളൊക്കെ, വലിയ കപ്പലുകൾ, അത് തിരിയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അത് കുറേ നേരം എടുക്കും അതിങ്ങനെ തിരിഞ്ഞു വരാൻ. അപ്പം നമ്മൾ വിചാരിക്കും തിരിയുന്നില്ലെന്ന്. എങ്കിലും നമ്മൾ നാവെന്ന ചുക്കാൻ ഉപയോഗിക്കണം. അറിയാതെ എത്ര വലുതിനെ നമുക്ക് തിരിക്കുവാൻ കഴിയും. നാവ് ഒരു തീയാണ്, അത് വെളിച്ചം കൊണ്ടുവരും, പലതിനെയും ചുട്ടെരിക്കും. നാവ് വലിയ കാടുകളെ കത്തിക്കും. നാവ് കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ നാവ് കർത്താവിൻ്റെ ആത്മാവിനെ ഉപകരണമായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഒരു സമൃദ്ധിയുടെ വീടായി മാറും. ശൂന്യതകളും പാഴും നമ്മുടെ വീട് വിട്ട് മാറും. നമുക്കത് വിശ്വസിക്കാം. ഇന്നു മുതൽ കർത്താവിൽ നമുക്ക് കൂടുതൽ, ഈ ആഴ്ച ഒരു വലിയ ദൈവാശ്രയം തന്നെ നമ്മിൽ ഉണ്ടാകട്ടെ. ഈ ജൂലൈ മാസത്തിൻ്റെ പകുതി മുതൽ ഒരു വലിയ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ നാവുകൊണ്ട് നമുക്ക് വിളിച്ചു വരുത്താം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ, എൻ ജീവനിൽ അതിശയം ചെയ്തവനെ, ചെയ്തവനെ, ഹല്ലേലൂയ പാടും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ, യേശുവിനെ. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ, എൻ ജീവനിൽ അതിശയം ചെയ്തവനെ, ചെയ്തവനെ, ഹല്ലേലൂയ പാടും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ആരാധിച്ചു ഉയർത്തുന്നേ
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളത് ആകുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു തൻ്റെ ജീവിതത്തിൽ വിജയിച്ചതിൻ്റെ കാരണം യേശു സ്വയമായി ഒന്നും ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടാൻ കാരണം നാം നമ്മുടെ സ്വയം ഉപയോഗിച്ച്, സ്വന്തം ഇഷ്ടം ഉപയോഗിച്ച് പലതും ചെയ്യുന്നു. അതിൽ നിന്ന് മനസ്സിലാകുന്ന നമുക്ക് ഈ ഭൂമിയിൽ സ്വന്തമായി വിജയിക്കാൻ കഴിയില്ല. ദൈവത്തെ കൂടാതെ ഈ അനീതി നിറഞ്ഞ, പാപം നിറഞ്ഞ ലോകത്തിൽ ജയകരമായ ജീവിതം നയിപ്പാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് യോഹന്നാൻ 15-ൽ പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്നിലായിരിക്കണം, ഞാൻ നിങ്ങളിലുമായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫലമുള്ളവരാകും. ഞാനാണ് മുന്തിരിവള്ളി, നിങ്ങൾ വെറും കൊമ്പുകളാണ്. നിങ്ങൾ മുന്തിരിവള്ളിയല്ല. അതിൻ്റെ അർത്ഥം മുന്തിരിവള്ളിക്ക് സ്വയമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. വേരുകൾ ഭൂമിയിലേക്ക് ഇറക്കി ഈ ലോകത്തിൽ നിന്ന് എന്തെല്ലാം വലിച്ചെടുക്കണം, എന്തെല്ലാം വലിച്ചെടുക്കരുത് എന്ന് തീരുമാനിക്കുന്നത് മുന്തിരിവള്ളിയാണ്, ആ തായ്തണ്ടാണ്. നിങ്ങൾ കൊമ്പുകളാണ്, നിങ്ങൾ ഒന്നും ചെയ്യരുത്, നിങ്ങൾ സ്വയമായി ഒന്നും ചെയ്യരുത്. അതാണ് യോഹന്നാൻ 15-ൽ തുടങ്ങുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല, നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ മതി. നിങ്ങൾക്ക് മണ്ണുമായിട്ട് ബന്ധമില്ല. എത്ര വലിയ പ്രസ്താവനയാണ് യേശു കർത്താവ് നമ്മളോട് പറയുന്നത്. ആ ഭാഗം നമുക്കൊന്ന് എടുക്കാം. യോഹന്നാൻ 15-ാം അധ്യായം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അതിൻ്റെ അർത്ഥം സ്വന്തമായി കായ്ക്കുന്നതിനെ എല്ലാം അവൻ നീക്കിക്കളയും. എന്നിൽ കായ്ക്കാത്ത, എന്നിൽ നിന്നിട്ട് ഞാൻ കൊടുക്കുന്ന ജീവനെ ഫലമാക്കാത്ത, എന്നിൽ കായ്ക്കണം, അതിനെയെല്ലാം അവൻ നീക്കിക്കളയും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. അപ്പോൾ ഞാനാകുന്ന മുന്തിരിവള്ളിയിൽ നിന്ന് എടുക്കുന്ന ജീവൻ നിങ്ങൾ ഫലമാക്കിയില്ലെങ്കിൽ നിങ്ങളെ എൻ്റെ പിതാവ് നീക്കിക്കളയും. എന്നിലായിരിക്കണം നിങ്ങളുടെ ഫലം. നിങ്ങൾക്ക് ഭൂമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പഠിപ്പിച്ചത്? ഈ ഭൂമിയിൽ വന്നിട്ട് ഈ ഭൂമിയിൽ വിജയിച്ച ഒരേ ഒരാള് യേശു മാത്രമാണ്. ഒരു പരാജയമില്ലാതെ, ഒരു പാപമില്ലാതെ, ഒരശുദ്ധിയില്ലാതെ, ഒരു ശാപം ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചവൻ. ഏറ്റൊടുവിൽ പാപത്തെയും ശാപത്തെയും, പാപവും ശാപവും ഇല്ലാത്തവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ ചുമന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലായി അവൻ്റെ പാപത്തിനല്ല ശിക്ഷ അനുഭവിച്ചത്. നമ്മുടെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും വേണ്ടി ക്രൂശ് വരെയും യേശു കയറി. യേശു ക്രൂശിൽ ജയാളിയായി 33.5 വർഷവും യേശു ജയാളിയായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ അല്ലാതെ ജയകരമായ ഒരു ഫലമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമല്ല. അതായത് ഞാൻ നിങ്ങളിലും നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ,
ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അടുത്തത്, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. വളരെ ഫലം. അടുത്തത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിൽ വസിച്ച് ഫലം കായ്ച്ചാലോ വളരെയധികം ഫലം കായ്ക്കുകയും ചെയ്യും. എന്നെ കൂടാതെ നിങ്ങൾ ഫലം കായ്ക്കും. എന്താ കായ്ച്ചത്? കാട്ടുമുന്തിരിങ്ങയാണ്. യെശയ്യാവ് 5 പറയുന്നു, കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ. സ്വയമായി കായ്ക്കുന്നതെല്ലാം കയ്പേറിയതായിരിക്കും. എൻ്റെ പ്രിയതമന്, യെശയ്യാവ് 5:1 മുതൽ, എൻ്റെ പ്രിയതമന് ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായി. അവനതിന് വേലി കെട്ടി കല്ല് പെറുക്കിക്കളഞ്ഞു, നല്ല വക മുന്തിരിവള്ളി നട്ടു, ചക്കുമിട്ട് ഗോപുരം നടുവിൽ പണിത് മുന്തിരിങ്ങ കായ്ക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ഞാൻ ആ തോട്ടത്തോട് എന്ത് ചെയ്യും? അതിൻ്റെ വേലി പൊളിച്ചു കളയും, കാട്ടുമൃഗങ്ങൾ അതിനെ തിന്നുകളയും, അത് മുള്ളും പറക്കാരെയും പിടിച്ച് ശൂന്യമായി കിടക്കും. എന്നിൽ കായ്ച്ചില്ലെങ്കിൽ, കാട്ടുമുന്തിരിങ്ങ കായ്ച്ചാൽ ഞാൻ അതിനെ ശപിക്കും, അത് വേരോടെ ഉണങ്ങിപ്പോകും. യേശു ക്രിസ്തുവിൽ നമ്മൾ ഫലം കായ്ക്കണം. യേശു ക്രിസ്തുവിൽ നാം നിറഞ്ഞു നിൽക്കണം. നാം നമ്മുടെ ഫലം കായ്ക്കരുത്. അതിൻ്റെ അർത്ഥം നമുക്ക് വലിയ റോളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ, അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, ദർബാർ എന്ന പേരിൽ ഒരു പ്രാർത്ഥന ആരംഭിക്കാൻ. ദർബാർ. അദ്ദേഹം അതിൻ്റെ പരിഭാഷയൊക്കെ എടുത്ത് നോക്കി എന്താണ്. അപ്പോൾ രാജാവിനെ കാണാൻ പ്രജകൾ വരുന്നതാണ് ഈ ദർബാർ എന്ന് പറയുന്നത്. അദ്ദേഹം വെറുതെ ചർച്ചിലിരിക്കുമ്പോൾ ജനങ്ങളിങ്ങനെ ഓരോ മതങ്ങളിൽ നിന്ന്, എല്ലാ നാട്ടിൽ നിന്ന് ജനങ്ങൾ വെറുതെ വരികയാണ്. ജനങ്ങൾ വരുന്നു, അദ്ദേഹം ആ കസേരയിൽ തന്നെ ഇരിക്കുന്നു, അടുത്ത് വരുന്നവരെല്ലാം തെറിച്ച് വീഴുന്നു, വീഴുന്നവരുടെ ഭൂതങ്ങൾ വിട്ടുപോകുന്നു, ആരെയും തൊടുന്നില്ല, ആരെയും തൊട്ട് പ്രാർത്ഥിക്കുന്നില്ല. വെറുതെ അടുത്ത് വരുമ്പോൾ തന്നെ ഒട്ടും ഭാരമില്ല, ഫലം കായ്ക്കുകയാണ്. നിറഞ്ഞ ഫലങ്ങൾ നിറഞ്ഞു വരും. അതായത് അതിനകത്തൊരു ഭാരമില്ല. താനല്ല അത് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, ദർബാർ എന്ന പേരിൽ അങ്ങോട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് ചെയ്യുന്നതിലൊന്നും ഭാരമില്ല. ഒരിക്കലും ഒരു ദൈവദാസനോട് പറഞ്ഞു, ഒരു വീട് വെക്കാൻ പറഞ്ഞു. ആ ദൈവദാസൻ വീട് വെക്കാൻ തുടങ്ങി. അതിൻ്റെ പണി പൂർത്തിയാകും വരെ തനിക്ക് യാതൊരു ഭാരവുമില്ല. കാരണം ആ വീട് വെക്കുന്നത് താനല്ല. കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവ് വീട് വെക്കുന്നു. അതിനുള്ള പണിക്കാരെ, അതിനുള്ള ആൾക്കാരെ, അതിനുള്ള പ്ലാനുകൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കർത്താവ് കൊണ്ട് കൊടുക്കുകയാണ്. അതിനെ പറ്റിയ പണിക്കാരെ കൊടുക്കുകയാണ്, അതിനുള്ള പണം കൊടുക്കുകയാണ്. ഒരു ഭാരവുമില്ല. നമ്മളായിട്ടൊരു വീട് വെക്കാൻ പോയാലോ, നാട് മുഴുവൻ നടന്ന് ലോൺ എടുക്കണ്ടേ? കർത്താവിൽ അങ്ങോട്ട് നിൽക്കുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആത്മീക കാര്യത്തിൽ മാത്രമേ കർത്താവ് ഇടപെടൂ. അല്ല, നമുക്കൊരു ദേഹമുണ്ടെന്നും നമുക്കൊരു ദേഹിയുണ്ടെന്നും നമുക്കൊരു ആത്മാവുണ്ടെന്നും കർത്താവിനെ അറിയാം. ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്കൊരു വീട് വേണമെന്നും നമുക്ക് പ്രാർത്ഥനയ്ക്കും മാന്യതയ്ക്കും ഒരു വീട് വേണമെന്നും നമ്മേക്കാൾ നന്നായിട്ട് കർത്താവിനെ അറിയാം. നമ്മുടെ മനസ്സിന് വലിയ സന്തോഷമുണ്ടാക്കുന്ന പലതും നമുക്ക് വേണമെന്ന് മനസ്സിനെ ഉണ്ടാക്കിയവനറിയാം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആത്മീകമായ കാര്യം മാത്രം. ചില പറയില്ലേ, ആത്മീകമാണ് വലുത്. ആത്മീകം വലുതാണെന്നും
ഭൗതികം വലുതാണെന്നൊക്കെ കർത്താവിനറിയാം. നീ ഇതിനകത്തൊന്ന് ഇടപെടല്ലേ. ചിലർ പറയും, ആ ബ്രദർ കൂടുതൽ ഭൗതികമാണ് പറയുന്നത്, ആത്മികം പറയണം. ഭൗതികം പറയുന്നവരെല്ലാം ജഡികർ അല്ല. ഭൗതികമില്ലാതെ എങ്ങനെ ഈ പ്രോഗ്രാം, ജീസസ് എവരിയുടെ പ്രോഗ്രാം എങ്ങനെ നടത്തുന്നേ? എങ്ങനെ 3-4 ക്യാമറയൊക്കെ വരുന്നേ? എങ്ങനെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു? ഇത്രയും നാളായിട്ടും മുടങ്ങാതെ ഈ മീറ്റിംഗ് എങ്ങനെ പോകുന്നു? ഭൗതികമില്ലാതെ നടക്കുമോ? ഭൗതികത്തിന് ഭൗതികം തരാൻ ദൈവത്തിന് കഴിയും. നിനക്കൊരു ശരീരം ഉണ്ടെങ്കിൽ ആ ശരീരത്തിന് വേണ്ടതെല്ലാം ആവശ്യമാണ്. നിനക്കൊരു വാഹനം വേണമെന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിൽ നടന്നും ബസ് കയറിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാം. എന്നാൽ കേരളം വിട്ട് കഴിയുമ്പോൾ പിന്നെ ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്ക് അടുത്ത ജംഗ്ഷനിലോട്ട് പോകാൻ തന്നെ കിലോമീറ്ററുകൾ, അവർ മൈലാണ് പറയുന്നത്, മൈൽ, കിലോമീറ്ററിനേക്കാൾ കൂടുതലാണ്. ഒരു 200 മൈലേ ഉള്ളൂ. കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരു രാജ്യത്ത് പോയി വന്നു. 200 മൈൽ, 300 മൈലേ ഉള്ളൂ. അത് വേഗത്തിലെത്തണം. നല്ല സൂപ്പർ ഹൈവേ ആണ്. അവിടെ സാധാ വണ്ടി കൊണ്ടൊന്നും കയറിയാല. സൂപ്പർ ഹൈവേ കൊണ്ടുപോയി കുഞ്ഞാപ്പി വണ്ടി കയറ്റി ഓടിക്കാൻ പറ്റത്തില്ല. അവിടെ വലിയ വണ്ടികൾ വേണം. ആ റോഡ് ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്രയും നല്ല വണ്ടികളുണ്ടെങ്കിലേ അത് വേഗത്തിൽ സ്ഥലത്തെത്തും. ആ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ദൈവം ആ രാജ്യത്തിന് പറ്റിയ രീതിയിലുള്ള വണ്ടി കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ആയാലും പ്രൈവറ്റ് ബസ്സായാലും മതി. ഓരോ നാടിന് പറ്റിയ, നമ്മുടെ നാട്ടിലിപ്പോൾ കുതിരവണ്ടിയാണ് ഏറ്റവും നല്ലത്. വഴിയെല്ലാം കുഴിയാണ്. കുതിരയാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുതിരപ്പുറത്ത് അത്യാവശ്യം കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. കുതിരയ്ക്ക് 2-3 പ്രാവശ്യം സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണെങ്കിൽ കുതിര തന്നെ പോയിക്കോളും. ജോൺ വെസ്ലി പോലെയുള്ള ദൈവദാസന്മാർ ഇംഗ്ലണ്ടിൽ യാത്ര ചെയ്തിരുന്നത് കുതിരപ്പുറത്തായിരുന്നു. അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാം. മുൻവശത്ത് തന്നെ ഒരു പുസ്തകം, വലിയ പുസ്തകം തുറന്നു വെച്ചാൽ കുതിര പോകുന്ന കൂട്ടത്തിൽ വായനയും നടക്കുമായിരുന്നു. നമുക്കിപ്പോൾ അത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളായിരിക്കുന്ന സാഹചര്യം അറിഞ്ഞ് നമ്മെ സഹായിക്കാൻ ദൈവം മതിയായവനാണ്. നാം യാചിക്കുന്നതിന് മുന്നമേ യാചിക്കുന്നത് ഇന്നതെന്ന് കർത്താവ് അറിയുന്നു. ഇതിൽ നിന്നല്ല മനസ്സിലാക്കുന്നത് നാം നമ്മെക്കുറിച്ച് ഭാരപ്പെടേണ്ട, കർത്താവ് ഇതെല്ലാം ചെയ്തോളും. ഇതിനെക്കുറിച്ച് ഒട്ടും ഭാരപ്പെടേണ്ട. നാം അവനിൽ നിന്നുകൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ കുറിച്ച് അമ്മമാർക്കും അപ്പന്മാർക്കും വളരെയധികം ആകുല ചിന്തയും ഭാരവും ഉണ്ടാകും. എന്താണ്? ആ കുഞ്ഞിനെ വളർത്തണം, ആ കുഞ്ഞിന് ഭാവി ഉണ്ടാക്കണം. ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു വികാരമാണ്. നമ്മുടെ വീട്ടിൽ വല്ല പട്ടി വെറ്റ് കിടന്നാൽ പോലും ആ പട്ടി വെറ്റ് കിടക്കുന്ന ഭാഗത്തൂടെ നമ്മളെ വിടൂല. കാരണം പട്ടി ഓടിക്കും. കാരണം അതിൻ്റെ കുഞ്ഞുണ്ട്, കരുതലാണ്. എന്നതുപോലെ ഭാരം, കരുതൽ, ഇതെല്ലാം നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാം കർത്താവിൽ അങ്ങോട്ട് നിന്നാൽ മതി. കർത്താവിനെ വിശ്വസിച്ചും കർത്താവിനെ ധ്യാനിച്ചും പാടിയും സ്തുതിച്ചും മുന്നോട്ട് പോകുമ്പോൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം എന്നെല്ലാം ഡയറക്ഷൻ നമുക്ക് കിട്ടിക്കോളും. മുന്നോട്ട് പോകാനുള്ള വിശ്വാസം കർത്താവ് തരും. അതുകൊണ്ട് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുകയാണ്. കർത്താവ് എന്ത് പറയുന്നു? എൻ്റെ ജീവിതത്തിൽ ഈ സാഹചര്യത്തിൽ കർത്താവ് എന്നോട് എന്താ പറയുന്നത്? അതറിയാൻ വേണ്ടിയാണ് നാം ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ വായിക്കുന്ന ഒരു പ്രോഗ്രാമല്ല. 10 അധ്യായം വായിക്കുക, 5 അധ്യായം വായിച്ചിട്ട് കിടക്കല്ല. എന്നെക്കുറിച്ച് തിരുവെഴുത്ത് എന്ത് പറയുന്നു? എൻ്റെ യേശുവിൻ്റെ ഇഷ്ടം എന്താണ്? അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും. സ്വയമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. തിരുവെഴുത്ത് പറയുന്നത് പോലെ മാത്രം ഞാൻ പോകുന്നു. യേശു പോലും പറഞ്ഞു. അതുപോലെ
പിതാവിൽ വസിച്ച പുത്രൻ വിജയമാങ്കിൽ പുത്രനിൽ വസിക്കുന്ന നാം സർവശക്തനായ പിതാവിൻ്റെ മക്കളായി വലിയ ജയാളികളായി മാറും. ഇന്നു മുതൽ വലിയ ജയമുണ്ടാകട്ടെ. മണ്ണുമായിട്ട് നാം അധികം ബന്ധം സ്ഥാപിക്കരുത്. മണ്ണുമായി ബന്ധം സ്ഥാപിച്ച് വിജയിച്ച, ലോകത്തെ ജയിച്ച ജയവീരനിൽ നമ്മൾ വസിച്ചാൽ മതി. പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇന്നു മുതൽ സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൻ്റെ ആത്മാവിലും വസിച്ച് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് കർത്താവിൻ്റെ കൃപയാൽ നിറഞ്ഞ് കർത്താവിൻ്റെ വാക്കുകളാൽ നിറഞ്ഞ് കർത്താവ് തരുന്ന പ്രവർത്തികളിൽ ചുവടുകൾ വയ്ക്കാൻ ഓരോരുത്തർക്കും പ്രത്യേകമായ കൃപയുണ്ടാകട്ടെ. ഇന്നു മുതൽ അത് സംഭവിക്കട്ടെ. ഓരോ കുടുംബങ്ങളിൽ അത് സംഭവിക്കട്ടെ. ഒരു ജയത്തിൻ്റെ ചുവടുവെപ്പ് ഇന്നു മുതൽ ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ വീടുകളിലും അത്ഭുതം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ ആശ്രയിക്കാം. അവനിൽ വസിച്ച് ഫലം കായ്ക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ആമേൻ.